ഇന്ന് നമ്മൾ ഇഫ്താറിൻ്റെ സമയത്ത് അല്ലെങ്കിൽ നല്ല ചൂടുകാലത്തൊക്കെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു ഈസി ഡ്രിങ്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഒരു 2 നല്ല പഴുത്ത ചെറുപഴമാണ് വേണ്ടത്. നമ്മൾ മൈസൂർ പൂവൻ പഴമൊക്കെ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതെടുക്കുക. ഞാനിപ്പോൾ ഞാലിപ്പൂവനാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ കുറച്ചൊരു തണുപ്പ്, നല്ല കുറച്ചൊരു പുളിയുള്ള പഴമാണല്ലോ, അതുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒരു സ്പൂണോ ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. ആ സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാൻ. പിന്നെ ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് ജ്യൂസ് പോലെ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ പഴത്തിൻ്റെ ഒരു ഇത്തിരി അവിടെ ഇവിടെയും കടിക്കാനുണ്ടായിക്കോട്ടെ, എന്നാലും അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയും ചെയ്യാം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ചൊരു ഇഞ്ചി നീര് ചേർത്ത് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ അളവിലൊക്കെ മതിയാകും, ഒരുപാടൊന്നും വേണ്ട, ചെറിയ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 കപ്പ് അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ തീരെ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ പശുവിൻ പാലായാലും കുഴപ്പമൊന്നുമില്ല. തേങ്ങാപ്പാലാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഈ കൂട്ട് നമുക്കൊരു സൈഡിലേക്ക് വെക്കാം. ഇനി അടുത്തത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വത്തക്ക ഇട്ട് കൊടുക്കുക. നമ്മൾ തണ്ണിമത്തൻ ഉണ്ടല്ലോ, ഒരു 2 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കുരു ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാര, നമ്മൾ പഴത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇട്ടിട്ടുണ്ട്, എന്നാൽ ഇതിലേക്കുള്ളത് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക നോക്കിയിട്ട്. ഇതിലേക്കൊരു 1 കപ്പ് അല്ലെങ്കിൽ ഒരു 1.5 കപ്പ് പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കുക. നല്ല ജ്യൂസിന് എടുക്കുന്ന പോലെ തന്നെ തണുപ്പിച്ചെടുത്തിട്ടുള്ള പാല്. അതിൻ്റെ കൂടെ തന്നെ നല്ല തണുത്തിട്ടുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ പാലിൻ്റെ അളവ് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. നമ്മളിപ്പോൾ എടുക്കുന്നത് ഒരു 4 ആൾക്ക് കുടിക്കാനുള്ള ജ്യൂസ് സുഖമായിട്ടുണ്ടാവും, അപ്പോൾ നോക്കിയിട്ട് എടുത്താൽ മതി. ഈ സമയത്ത് തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ടേസ്റ്റ് നോക്കിയിട്ട് മതി. ഇതിപ്പോൾ പഞ്ചസാര ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചിട്ടുള്ളതായിരുന്നു. എന്നിട്ട് ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം മിക്സാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, അതിലേക്ക് ഈ ഒരു വത്തക്കയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അരിച്ചെടുക്കണ ആവശ്യമൊന്നും ഉണ്ടാവില്ല, കാരണം കുരുവൊന്നും പെട്ടിട്ടില്ല. പിന്നെ വത്തക്ക ആയതുകൊണ്ട് തന്നെ അത് കളയാനൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ച് സബ്ജ സീഡ്സ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് മിക്സാക്കി എടുക്കുകയാണെങ്കിൽ സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ. കുറച്ചൊരു തണുപ്പോട് കൂടെ കുടിക്കുമ്പോൾ തന്നെയാണ് ആ ഒരു ടേസ്റ്റ് കൂടുതലുള്ളത്. സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സിലേക്ക് എടുക്കുന്ന സമയത്ത് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് ആ കുറച്ച് പഴവും കാര്യങ്ങളും എല്ലാം വരുന്ന രീതിയിൽ എടുക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് റെസിപ്പി തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പൂവൻ പഴം, മൈസൂർ പൂവനൊക്കെ ആണെങ്കിൽ സൂപ്പർ ആയിരിക്കട്ടെ, ഒരു തണുപ്പുള്ള പഴമൊക്കെ ആണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇനി എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്